നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതാ ഇക്കാന്റെ വക ചോദ്യം, ലല്ലക്കുട്ടിയെ കുറച്ച് കപ്സ് ഉണ്ടാക്കി തരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രി എന്ത് കണ്ടന്റ് ഇടുന്നു ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇക്ക കപ്സ് ഉണ്ടാക്കാൻ പറഞ്ഞത്. ഈ ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഇതിനായിരിക്കും. ഇതിന് വേണ്ടിയുള്ള ചിക്കൻ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്പച്ചട്ടിയിൽ ചെറിയ തീയിൽ ഇങ്ങനെ കുറച്ച് എണ്ണയിൽ ചുട്ടെടുക്കാൻ കേട്ടോ ചെയ്തത്. അങ്ങനെ ചുട്ടെടുത്തപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു അൽഫാമിന്റെ ഒരു എളപ്പ മുത്താപ്പന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കപ്സിന്റെ റെസിപ്പി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാൾ 3-1 എളുപ്പമാണ് കപ്സ ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മുടെ റൈസ് ഒക്കെ ഏകദേശം വെന്ത് വന്നപ്പോൾ അതിന് മുകളിൽ നിന്ന് കുറച്ച് റൈസ് മാറ്റിയിട്ട് നടുവിൽ നമ്മളെ ചിക്കനും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ദമ്മിട്ട് വെച്ചു കേട്ടോ. സത്യം പറഞ്ഞ പണ്ടൊക്കെ ഈ കപ്സ എന്നൊക്കെ കേൾക്കുമ്പോഴേ ഞാൻ വിചാരിച്ചത് വലിയ സംഭവമാണെന്നാണ് കേട്ടോ. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴല്ലേ ഇത് സിമ്പിൾ ആണെന്ന് മനസ്സിലായി. ഇതിനെ പോലെ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന ആർക്കെങ്കിലും ഈ ഒരു ചിക്കൻ കപ്സിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാൽ മതി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. അങ്ങനെ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ദമ്മിട്ട ശേഷം നമ്മൾ ഇതാ കഴിക്കാൻ വേണ്ടി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ദിവസം ഞങ്ങൾ ടെറസിന്റെ മേലെ ടേബിളിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത്. അവിടുത്തെ നല്ല തണുപ്പും കാറ്റൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനം ചൂടോട് കഴിക്കുമ്പോണ്ടല്ലോ ഒരു പൊന്നോ.